എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ഫോർവേഡ് ചെയ്തു തന്നതാണ്. ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഐക്യം സമൂഹത്തിന് മാതൃകയാവട്ടെ. ILM ലൈറ്റ് അക്കാഡമി ലീഡിംഗ് ദ ജേർണി ഓഫ് നോളജ്. എക്സിക്യൂട്ടീവ് ടീം അബ്ദുൽ ബാസിദ് നുസിരി. പിന്നെന്താണ്, അതിൽ കുറേ പേരുടെ പേരുകളുണ്ട്. അതിൽ സ്ത്രീകളെ കാണിച്ചിരിക്കുന്നത് സവിശേഷമായ ഒരു ഗ്രാഫ് വഴിയാണ്. സത്യത്തിൽ നമ്മൾ പരമ്പരാഗതമായി പഠിച്ചിരിക്കുന്നത് മുൻകൈയും മുഖവും ഒഴികെ എന്ന തരത്തിലാണ് മദ്രസകളിൽ പഠിച്ചത്. പിന്നീട് നമ്മൾ തുടർന്നു വന്നതെല്ലാം അറബ് നാടുകളിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ കണ്ണ് മാത്രം പുറത്ത് കാണുന്നൊരു സംവിധാനം വന്നത്. പലപ്പോഴും ഈ ഹിജാബിൻ്റെ വിഷയമൊക്കെ ഉണ്ടാവുമ്പോൾ മറ്റിതര സമുദായത്തിൽപ്പെട്ടവർ വിശ്വസിച്ചിരുന്നത് പോലും ഇതുപോലെയാണ് ഹിജാബ് എന്ന് കരുതി ആ സംശയം ദൂരീകരിക്കുന്നതിന് പോലും ഒരുപാട് ആളുകൾ ശ്രമം നടത്തി. പർദ അല്ല, ബുർക്ക ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയായി അതിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനാത്മകമായ സംഗതികളൊക്കെ പലരും ഉന്നയിക്കപ്പെട്ടു, കുറച്ചൊക്കെ തിരുത്തപ്പെട്ടു. ആ തിരുത്തിയതിന് ശേഷവുമുള്ള സംശയമൊക്കെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഇതുപോലൊരു കാർഡ് ഇറക്കുന്നത്. സത്യത്തിൽ ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് കണ്ട ശ്രീജിത്ത് പണിക്കരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായിരിക്കും ഒരാളുകൾക്ക് തോന്നുക? പുരുഷന്മാരുടെ ചിത്രമെല്ലാം വളരെ മനോഹരമായി വെച്ചിരിക്കുന്നു, സ്ത്രീകളുടെ രൂപം ഇങ്ങനെയും വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരുടെയും പേര് വെക്ക്, അല്ലെങ്കിൽ ഒരു പടവും കാണിക്കാതിരിക്കുക, പേര് മാത്രം അടിച്ചാൽ മതി, അതിൻ്റെ ചെയർമാനും ബാക്കിയുള്ള അംഗങ്ങളും എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ ആസൂത്രിതമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ഇതിനെ വഷളാക്കാൻ വേണ്ടി ഒരുതരം കൊട്ടേഷൻ എടുത്തതുപോലെയാണ് പലരും പ്രവർത്തിക്കുന്നത്. പറയുമ്പോൾ നമ്മൾ സമുദായത്തിനെതിരെ പറഞ്ഞു, വിശ്വാസത്തിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറയും. സത്യത്തിൽ ഇത്തരമൊരു സാമൂഹ്യ ചിന്തയും സാമൂഹ്യ ബോധവുമൊക്കെ മനുഷ്യർക്കുണ്ടാകേണ്ട കാലം എത്രയോ കഴിഞ്ഞു. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഈ ജീവിത സാഹചര്യങ്ങളോട് ഏറ്റവും ഉത്തമനായ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന അവ്യക്തതകളോ അല്ലെങ്കിൽ അപഹാസ്യങ്ങളായ ചിത്രീകരണങ്ങളോ ഒന്നും അനുവദിക്കുന്നതേയില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇതിങ്ങനെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒട്ടും മനസ്സിലാവാറില്ല. സത്യത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു കുഴഞ്ഞുവെങ്കിലും വീണ്ടും വീണ്ടും തുടരെ അവസാനിക്കുന്നത് വരെ പറയാൻ തന്നെയാണ് തീരുമാനം, എന്ത് സംഭവിച്ചാലും.